വയനാട്ടിലെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് ചികിത്സ നിഷേധിച്ചെന്ന് പരാതി. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ 9 വയസ്സുകാരിയെ മടക്കി അയച്ചെന്നാണ് ആരോപണം. എൻ്റെ കുട്ടി വീണിട്ട് ചികിത്സയ്ക്കായിട്ട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരികയും അവിടെ അവർ പരിശോധിച്ച് കുട്ടിയുടെ മുട്ടിൻ്റെ അവിടെ എല്ല് പൊട്ടി കുറച്ച് നീങ്ങി പോവുകയും ചെയ്തു. അത് ഒരു സർജറി വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ അതിനുള്ള സൗകര്യം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മാനന്തവാടിയിലില്ല. അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ കുട്ടിയുടെ കൈയിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ട് അത്രയും സീരിയസ് ഉള്ളൊരു കാര്യം ചെയ്യാൻ അവിടെ ഡോക്ടർമാരോ അതിനുള്ള സജ്ജീകരണം ഇല്ലെന്ന് പൂർണ്ണമായിട്ടും അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞ് ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അതിനുള്ള സജ്ജീകരണങ്ങളില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. പരാതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ സൂപ്രണ്ടിനോട് വിശദീകരണം തേടി. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം ചേരുന്നു. കാളിദാസൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഇന്നലെയോടെയാണ് ഇത്തരത്തിലൊരു ചികിത്സാ നിഷേധം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃത്യമായ വിവരം എന്നുള്ളത്. അതായത് സ്കൂളിൽ വെച്ചാണ് ഈ ഒരു 9ാം ക്ലാസ്സുകാരിക്ക് പരിക്കേറ്റത്. ഇടവക കമ്മന നവോദയം UP സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. ഇന്നലെ 9:15 ഈ പരിക്കേറ്റ് കൈക്ക് ഗുരുതര പരിക്കുമായി ആശുപത്രിയിലേക്ക് എത്തുന്നത്. അസ്ഥിരോഗ വിദഗ്ധൻ പരിശോധിച്ചതനുസരിച്ച് എക്സ്റേ എടുത്തതിനനുസരിച്ചൊക്കെ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഉടനെ തന്നെ ചികിത്സ നടത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുമെന്നുള്ളത് അസ്ഥിരോഗ വിദഗ്ധനും ഇന്നലെ തന്നെ ആ മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിദഗ്ധൻ സ്ഥിരീകരിച്ചതാണ്. എന്നാൽ അതിനുശേഷം ഇന്നലെ സർജറി ദിവസമല്ല എന്ന് പറഞ്ഞ് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു ആശുപത്രി അധികൃതർ എന്നുള്ളതാണ് മാതാപിതാക്കളടക്കം ഉയർത്തിയ പരാതി എന്നുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നുള്ളത്, നമ്മൾ ആശുപത്രി അധികൃതരെ വിളിച്ചപ്പോഴും അല്ലെങ്കിൽ DMOയോട് ചോദിച്ചപ്പോഴും കൂടുതൽ വിശദീകരണം തേടിയിട്ടുണ്ട്, സൂപ്രണ്ടിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ സർജറി ദിവസമല്ല, അതുകൊണ്ട് നേരത്തെ തന്നെ റെഫർ ചെയ്തിരുന്നു. അവർ പോയിരുന്നില്ല, രാവിലെ തന്നെ റെഫർ ചെയ്തതാണെന്നുള്ളതാണ്. പക്ഷേ പ്രാഥമികമായും മാനുഷിക പരിഗണന അനുസരിച്ച് ഇത്തരത്തിൽ അടിയന്തരമായ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ സർജറി ദിവസം അല്ലെങ്കിൽ കൂടി അവിടെ ഡോക്ടർ എത്തി ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. മാത്രമല്ല, ഇത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെന്നുള്ളതും കൂടിയാണ് ഈ സംഭവത്തിന്റെ ആരോപണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ദിലീപ് കുമാർ, വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം. അതിനിടെ ഈ വാർത്തയോട് DMO ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുന്നു. അതിലേക്ക് അത് പക്ഷെ മെഡിക്കൽ കോളേജ് സൈഡാണ് നമ്മളിങ്ങനെ വാട്സാപ്പിൽ കിട്ടിയത് വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ സൂപ്രണ്ടിനോട് അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ എന്താ ഈ വ്യാഴാഴ്ചകളിലെ സർജറി ഉണ്ടാവുള്ളൂ എന്നുള്ളതൊക്കെയാണ് ഒരു. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. സൂപ്രണ്ടിനോട് അത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ സംബന്ധിച്ച് വിശദീകരണം ഒന്നും കിട്ടിയിട്ടില്ല? ഇല്ല. സൂപ്രണ്ടിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വയനാട് DMO രേഖ 24-നോട് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.